അതിർത്തിയിലെ നിശബ്ദതയിൽ ശത്രുവിന്റെ കണ്ണുകൾ പോലും എത്താത്ത ഉയരത്തിൽ ആരും കാണാതെ ആരും കേൾക്കാതെ ഒരു നിഴൽ നീങ്ങുന്നുണ്ട്. അതൊരു പക്ഷിയല്ല, അതൊരു സാധാരണ വിമാനവുമല്ല. വരാനിരിക്കുന്ന കാലത്തെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഭാരതം കരുതി വെച്ചിരിക്കുന്ന ഒരു അത്യാധുനിക സംവിധാനമാണ്. ഭാരത് സപ്ലൈ ആൻഡ് സപ്പോർട്ട് അലയൻസ് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയുടെ വിസ്മയം, ഇന്ത്യയുടെ സ്വന്തം ഡ്രോൺ 401. വെറും ഒരു നിരീക്ഷണ ഉപകരണം എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. എന്താണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ലോകം ഇതിനെ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ടാക്ടിക്കൽ സിസ്റ്റങ്ങളുടെ ലോകത്ത് ഇന്ത്യയുടെ ഒരു വമ്പൻ കുതിച്ചുചാട്ടം തന്നെയാണ് ഡ്രോൺ 401. ഇത് കേവലം കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ളതല്ല, ഇതൊരു മൾട്ടി റോൾ UAV ആണ്. അതായത് ഒരേ സമയം പല സുരക്ഷാ ദൗത്യങ്ങൾ ചെയ്യാൻ ഇതിന് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി ലോക നിലവാരത്തിൽ രൂപകൽപ്പന ചെയ്ത ഒന്ന് തന്നെയാണ്. ഇനി ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സിമ്പിളായി പറഞ്ഞു തരാം. കൃത്യമായ വിവരശേഖരണത്തിനും നിരീക്ഷണത്തിനുമുള്ള ISR സാങ്കേതിക വിദ്യ ഇതിലുണ്ട്. രണ്ടാമതായി വരുന്നത് തത്സമയ ദൃശ്യങ്ങൾ, ഫസ്റ്റ് പേഴ്സൺ വ്യൂ, അതായത് FPV സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ കിലോമീറ്ററുകൾ അകലെ ഇരുന്ന് തന്നെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ഇവയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ സ്വയം ഭരണാധികാരവും സുരക്ഷയും ഒക്കെ ഇതിന് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നത് എടുത്തു തന്നെ പറയണം. ഇനി ഇതിന്റെ ബുദ്ധിയെ കുറിച്ച് പറയാം. ഇത് പൂർണ്ണമായും ഓട്ടോണോമസ് ആണ്. അതായത് ഒരു മിഷൻ നൽകി കഴിഞ്ഞാൽ മനുഷ്യ സഹായം കൂടാതെ തന്നെ അത് പൂർത്തീകരിക്കാൻ ഇതിന് കഴിയും. ഇത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും കൂടുതൽ കൃത്യത ഉറപ്പാക്കുകയും ചെയ്യും. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഡ്രോൺ 401 അല്ലെങ്കിൽ 401ന്റെ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ശൃംഖല അത്രമേൽ ശക്തമാണ്. വിവരങ്ങൾ ചോരാതെ തന്നെ ഡേറ്റ ലിങ്കുകൾ സംരക്ഷിക്കാൻ ഇതിന് സാധിക്കും. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തടസ്സപ്പെടുത്തലുകളെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇന്റർഫെറൻസിനെ അതിജീവിക്കാൻ ഈ സംവിധാനത്തിന് പ്രത്യേക കഴിവ് തന്നെയാണുള്ളത്. ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് അറിയാമോ? ഇതിന്റെ മോഡുലാർ ഡിസൈൻ തന്നെയാണ്. ആവശ്യത്തിനനുസരിച്ച് ഇതിന്റെ ഭാഗങ്ങൾക്ക് മാറ്റം വരുത്താം. ഓരോ ദൗത്യത്തിനും വേണ്ട പ്രത്യേക ഉപകരണങ്ങൾ, പേലോഡുകൾ ഇതിൽ എളുപ്പത്തിൽ ഘടിപ്പിക്കാം. ഒരു സ്ഥലത്തെ വിവരങ്ങൾ ശേഖരിക്കാനാണെങ്കിലും പ്രത്യേക ഉപകരണങ്ങൾ കൃത്യസ്ഥാനത്ത് എത്തിക്കാനാണെങ്കിലും ഡ്രോൺ 401 മിടുക്കനാണ്. ഒറ്റയ്ക്കും അതുപോലെ തന്നെ കൂട്ടം ഡ്രോണുകൾക്കൊപ്പവും സ്വാം ഓപ്പറേഷനുകൾക്കായും ചേർന്ന് പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. കഠിനമായ മലനിരകളായാലും വിജനമായ സ്ഥലങ്ങളായാലും പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നേറാൻ വേണ്ടിയാണ് ഈ ഒരു രൂപകൽപ്പന. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാരതത്തിന്റെ മാറുന്ന പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഒരു ഹൈടെക് പരിഹാരം തന്നെയാണ് ഡ്രോൺ 401. സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷി, ചോരാത്ത സുരക്ഷാ സംവിധാനങ്ങൾ, എന്തിനോടും ഇണങ്ങിച്ചേരുന്ന ഘടന, ഇതാണ് ഇതിനെ ഒരു ഗെയിം ചേഞ്ചർ ആക്കി മാറ്റുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു പുതിയ കാവൽക്കാരനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക.